വില്യം താക്കറെ എഴുതിയ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു നോവലാണ് വാനിറ്റി ഫെയർ. അതിലേക്ക് പോവാം. നോവൽ വിതൗട്ട് എ ഹീറോ, അതാണ് സബ് ടൈറ്റിൽ. 1847-48 പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. സറ്റൈറിക് നോവൽ. ഇറ്റ്സ് സെറ്റ് ഇൻ ഏർലി 19th century ഇംഗ്ലണ്ട്. തീംസ് കൊടുത്തിരിക്കുന്നത് സോഷ്യൽ ക്ലൈംബിംഗ്, മെറ്റീരിയലിസം, വാനിറ്റി ആൻഡ് മോറൽ ആംബിഗ്വിറ്റി through a large cast of characters navigating love, war and society. സമ്മറി നോക്കാം. ബിഗിനിങ് അറ്റ് മിസ് പിങ്കർട്ടൺസ് അക്കാഡമി. ബെക്കി ഷാർപ്പും അമലിയ സെഗ്ലിയാണ് ഈ നോവലിന്റെ സെൻട്രൽ ക്യാരക്ടേഴ്സ്. They finished their education at Miss Pinkerton's Academy for Young Ladies in Chiswick. ബെക്കി ഒരു ക്ലവർ ഓപ്പൺ ആയിരുന്നു, ഓഫ് ഫ്രഞ്ച് ആൻഡ് ഇംഗ്ലീഷ് ഡെസെന്റ് ആൻഡ് ഹാസ് നോ വെൽത്ത് ഓഫ് ഫാമിലി. അമേലിയ ഓൺ ദ അതർ ഹാൻഡ് ഒരു ലണ്ടൻ ബേസ്ഡ് റിച്ച് മേഴ്സൺ ഫാമിലിയിൽ നിന്ന് വരുന്നതായിരുന്നു. സ്കൂൾ കഴിഞ്ഞതിന് ശേഷം ബെക്കി അമേലിയയുടെ വീട്ടിൽ കുറച്ച് നാൾ താമസിക്കുകയാണ്. ട്രൈങ് ടു വിൻ ദ അഫെക്ഷൻസ് ഓഫ് അമേലിയാസ് വെൽതി നെയ്വ് ബ്രദർ ജോസഫ്, അല്ലെങ്കിൽ ജോസ് സെഡ്ലി, ഒരു ഫാറ്റ് ആൻഡ് സെൽഫ് ഇമ്പോർട്ടൻറ്റ് സിവിൽ സർവൻറ്റ് റിട്ടേൺ ഫ്രം ഇംഗ്ലണ്ട്. അവരുടെ അറ്റംപ്റ്റ്സ് ഫെയിൽ ചെയ്യാണ് ഡ്യൂ ടു ജോസ് ടിമിഡിറ്റി ആൻഡ് ഇന്റർഫിയറൻസ് ഫ്രം ജോർജ് ഓസ്ബോൺ, അമേലിയാസ് സ്യൂട്ടർ. പാർട്ട് 2, ബെക്കി ഷാർപ്സ് റൈസ് ഇൻ മാരേജ്. ബെക്കി ഒരു ഗവർണൻസ് പൊസിഷൻ അക്സെപ്റ്റ് ചെയ്യുകയാണ് അറ്റ് ക്വീൻസ് ക്രോളി, ദ എസ്റ്റേറ്റ് ഓഫ് സർ പിറ്റ് ക്രോളി, ഒരു ഗ്രോട്ടസ്ക് ആൻഡ് മിസർലി ബാരനറ്റ് ആണ്. ബെക്കി സർ പിറ്റിനെ ചാം ചെയ്യാണ് ആൻഡ് ഹിസ് ഫാമിലി. ഹി ഈവൻ പ്രൊപ്പോസ് ടു ഹർ, ബട്ട് അവര് സീക്രട്ട്ലി മാരി ചെയ്യാണ് ഹിസ് യങ്ങർ സൺ റോഡൻ ക്രോളി. അദ്ദേഹത്തിന്റെ യങ്ങർ സണ്ണിനെ ബെക്കി സീക്രട്ട്ലി മാരി ചെയ്യാണ്. ഹാൻസം ആൻഡ് ഹെഡോണിസ്റ്റിക് ആർമി ഓഫീസറാണ് റോഡൻ ക്രോളി. ഈ ഒരു മാരേജ് അവരുടെ സർ പിറ്റിന്റെ വെൽത്തി സിസ്റ്റർ മിസ് മറ്റിൽഡ ക്രോളിയുടെ കയ്യിൽ നിന്ന് ഇൻഹെറിറ്റ് ചെയ്യാനുള്ള വെൽത്ത് ഉണ്ടായിരുന്നു. ബട്ട് അത് ആ ഒരു ചാൻസ് ഇല്ലാണ്ടാക്കണം ഈ ഒരു സീക്രട്ട് മാരേജ്. ടെമ്പററിലി ഡിസോൺസ് റോഡൻ ഫോർ മാരിയിങ് എ സോഷ്യൽ ക്ലൈംബർ. പാർട്ട് 3, അമേലിയയുടെ മാരേജ് ആൻഡ് റോഡ് ടു വാട്ടർലൂ. അമേലിയ മാരേജ് ജോൺ ഓസ്ബോൺ, ഒരു സ്നോബിഷ് വെൽത്തി ഫാമിലിയിൽ നിന്ന് വരുന്ന ജോർജ് ഓസ്ബോണിനെ മാരി ചെയ്യണം അമേലിയ. ജോർജിന്റെ ഫാദർ ഈ മാരേജ് ഒപ്പോസ് ചെയ്യുന്നുണ്ട്, കട്ടിങ് ജോർജ് ഓഫ്. ജോർജിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്, ക്യാപ്റ്റൻ വില്യം ഡോപ്പിൻ, ഒരു മോഡസ്റ്റ് ആൻഡ് ഓണറബിൾ മാൻ ആണ്. ഹി ലവ്സ് അമേലിയ സൈലന്റ്ലി ആൻഡ് സപ്പോർട്ട്സ് എ മാരേജ് ഡിസ്പൈറ്റ് ഹിസ് അപ്രൂവൽ ഓഫ് ജോർജ് ക്യാരക്ടർ. ജോർജും ബെക്കിയും റോഡനും അമേലിയയും ഡോബിനും ഓൾ എൻഡ് അപ്പ് ഇൻ ബ്രസൽസ് ജസ്റ്റ് ബിഫോർ ദ ബാറ്റിൽ ഓഫ് വാട്ടർലൂ. ജോർജ് ബെക്കിയായിട്ട് ഷെയിംലെസ്ലി ഫ്ലിർട്ട് ചെയ്യാണ് ഡിസ്പൈറ്റ് ബീങ് മാരിഡ് ടു അമേലിയ. ഡോബിൻ വിറ്റ്നസസ് ജോർജ് ബിട്രയൽ ആൻഡ് ഇസ് കൾഡ്. ബാറ്റിൽ ഓഫ് വാട്ടർലൂവിൽ ജോർജ് മരിച്ചു പോവാണ്, ലീവിങ് അമേലിയ വിഡോഡ്. ഈ ഡോബിൻ ഉണ്ടല്ലോ, ഹി കംഫർട്സ് ഹർ ആൻഡ് കണ്ടിന്യൂസ് ടു ഹെൽപ്പ് ഫിനാൻഷ്യലി ആൻഡ് ഇമോഷണലി വിതൗട്ട് കൺഫ്യൂസിങ് ഹിസ് ലവ്. പാർട്ട് 4, ബെക്കീസ് സോഷ്യൽ ക്ലൈം ആൻഡ് ഫോൾ. ഇംഗ്ലണ്ടിൽ ബെക്കി ക്ലൈംസ് സോഷ്യൽ ലാഡർ ത്രൂ കണ്ണിങ് ആൻഡ് മാനിപ്പുലേഷൻ. ഒരു പോപ്പുലർ ഹോസ്റ്റസ് ഇൻ ലണ്ടൻ ആവുകയാണ്, ഗെയിനിങ് ദ ഫേവർ ഓഫ് ഇൻഫ്ലുവൻഷ്യൽ മെൻ ലൈക്ക് ലോർഡ് സ്റ്റെയിൻ ആൻഡ് ലീവ്സ് ലാവിഷ്ലി ബിയോണ്ട് ഹർ മീൻസ്. റോഡൻ, still blindly devoted to Becky, is used by her as a pawn. അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടുകയാണ് ഫോർ ഡെപ്റ്റ്. ബെക്കി സീക്സ് ഹെൽപ്പ് ഫ്രം ലോർഡ് സ്റ്റെയിൻ. ജ്വല്ലറി മണിയൊക്കെ ലോർഡ് സ്റ്റെയിൻ ബെക്കിക്ക് കൊടുക്കുകയാണ്, ക്ലിയർലി എക്സ്പെക്ട് സെക്ഷൽ ഫേവേഴ്സ്. റോഡൻ ഡിസ്കവർ ചെയ്യണം ഈ ഒരു ബിട്രയലിൽ റോഡൻ ഡിസ്കവർ ചെയ്യാണ് ആൻഡ് ഫൈനലി സീക്സ് ബെക്കീസ് ട്രൂ നേച്ചർ. ലോർഡ് സ്റ്റെയിനെ അസോൾട്ട് ചെയ്യുന്നു ആൻഡ് ലീവ്സ് ബെക്കി, ടേക്കിംഗ് ദ സൺ റോഡൻ ജൂനിയർ അവേ ഫ്രം ഹർ. ബെക്കി falls from grace and becomes a social outcast. Amelia's long mourning and Dobbin's devotion. Amelia ഒരു പോവർട്ടിയിൽ ജീവിക്കുകയാണ് with her son George Jr., still idealizing her late husband. Dobbin continues to support her and child, grows frustrated with Amelia's emotional blindness. ഇയാൾ finally confess ചെയ്യാണ് and gets rejected. Disheartened, Dobbin travels abroad. Years pass. അമേലിയയുടെ ഫാമിലി ഫിനാൻഷ്യൽ ഡിക്ലൈൻ ഫേസ് ചെയ്യാണ് ആൻഡ് ബിക്കംസ് മോർ റിലയൻറ്റ് ഓൺ ഓതേഴ്സ്. അങ്ങനെ ജോർജ് ജൂനിയറും അമേലിയയും ആൻഡ് ജോസ് എഡ്ലിയും ഡോബിനെ ഒരു യൂറോപ്യൻ ട്രിപ്പിൽ ജോയിൻ ചെയ്യാണ്. പാർട്ട് 6, ബെക്കീസ് റിഡംഷൻ ആൻഡ് ദ എൻഡിങ്. ബെക്കി യൂറോപ്പിൽ റീഅപ്പിയർ ചെയ്യാണ്, നൗ ലിവിംഗ് വിത്ത് ഇൻ റെഡ്യൂസ്ഡ് സർക്കംസ്റ്റാൻസസ്. ജോസിനെ അമേലിയ മീറ്റ് ചെയ്യുന്നു, സട്ട്ലി മാനിപ്പുലേറ്റിംഗ് ഹർ വേ ഇൻ ടു ദ സർക്കിൾ ആൻഡ് ഹെൽപ്സ് അമേലിയ സീ ജോർജ് ട്രൂ സെൽഫ്. ഇത് അമേലിയയുടെ കണ്ണു തുറപ്പിക്കുകയാണ് ടു ഡോബ്ലിൻസ് ലോങ് സ്റ്റാൻഡിങ് ലവ്. അമേലിയ ഡോബിന്റെ പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്യുകയാണ്. They marry and find a peaceful, happy life together. Joss, still smitten by Becky, provides for her and his death is mysteriously hinted
to be under her influence. Her ambiguous ending reinforcing Becky's morally grey character. Becky ഒരു മോഡസ്റ്റ് ചാരിറ്റി വർക്കിൽ ഇൻവോൾവ് ആയിട്ടാണ് ലാസ്റ്റ് കാണുന്നത്, ഇംപ്ലൈങ് സം ഫോം ഓഫ് റിഡംഷൻ. മേജർ തിങ്സിലേക്ക് പോകാം. വാനിറ്റി ആൻഡ് സോഷ്യൽ ക്ലൈംബിംഗ്. താക്കറെ ഒരു സൊസൈറ്റി ഒബ്സസ്ഡ് വിത്ത് സ്റ്റാറ്റസ് ആൻഡ് അപ്പിയറൻസിനെ ക്രിട്ടിസൈസ് ചെയ്യാണ്. ബെക്കി എപ്പിറ്റമൈസസ് ദ തീം ത്രൂ ഹർ മാനിപ്പുലേറ്റീവ് റൈസ് ഇൻ സൊസൈറ്റി. മോറൽ ആംബിഗ്വിറ്റി. ഒരു ക്യാരക്ടറും ഹോളി ഗുഡ് അല്ല ഈവിൾ അല്ല. താക്കറെ ഒരു കാര്യം പറയുന്നത് എല്ലാത്തിലും ഫ്ലോസ് ഉണ്ട്, ഷോയിങ് ദാറ്റ് ഈവൻ ഹീറോസ് ലൈക്ക് ഡോബിൻ ആർ ഫ്ലോഡ്. Hypocrisy and satire of Victorian society. Thackeray satirizes institutions like marriage, the military, the class system, mocking their pretensions and shallowness. Gender and power. Women's limited role are explored. Becky അവരുടെ പവർലെസ് പൊസിഷനെ സബ്വേർട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ് with intelligence, while Amelia adheres to traditional femininity. Money and materialism. Wealth defines social worth in the novel. ഈ നോവലിന്റെ വെൽത്ത് ആണ് മേജർ ആയിട്ടുള്ള ഒരു ഫാക്ടർ ആയിട്ട് കാണുന്നത്. Characters gain or lose respect based on financial status. ക്യാരക്ടറിസ്റ്റിക്സിലേക്ക് പോകാം. ബെക്കി ഷാർപ്പ് ഒരു ambitious, manipulative, witty and adaptable ലേഡിയാണ്, and often with no social standing, who uses charm and intellect to rise. Morally flexible ആണ്, often cruel but undeniably charismatic. Anti-heroine who exposes the hypocrisy of elite. Amelia Sedley, gentle, self-sacrificing, naive and loyal ലേഡിയാണ്, representing traditional feminine virtues but is often passive. Devoted to her undeserving husband and slow to recognize true love in Dobbin. William Dobbin, loyal, moral and self-effacing man ആണ്, loving Amelia silently for years. Most heroic figure ആണ്, though flawed by his indecisiveness. Indecisiveness എന്നൊരു കാര്യം അദ്ദേഹത്തിനെ വളരെ നെഗറ്റീവായിട്ട് അഫക്ട് ചെയ്യുന്നുണ്ട്. റോഡൻ ക്രോലി, ഗുഡ് നേച്ചർ ബട്ട് ഷാലോ മാൻ ആണ്, ബെക്കിയുടെ ഹസ്ബൻഡ് ആണ്, who loves her genuinely but eventually realizes her manipulations. ബെക്കിയെ അവരുടെ ബിട്രയൽ മനസ്സിലാക്കിയതിനു ശേഷം ലീവ് ചെയ്യുകയാണ്. ജോർജ് ഓസ്ബോൺ, വെയിൻ, സെൽഫിഷ്നെസ്, നോബിഷ് മാൻ ആണ്, അമേലിയെ മാരി ചെയ്യുന്നത് ബട്ട് നെവർ ട്രൂലി വാല്യൂസ്, ഡൈസ് ഇൻ ബാറ്റിൽ ഓഫ് വാട്ടർലൂ. സർ പിറ്റ് ക്രോളി, ബെക്കിയുടെ എംപ്ലോയർ ആണ്, ഗ്രോട്ടസ്ക് ആൻഡ് മിസർലി ബട്ട് എന്റർടൈനിങ്. കറപ്റ്റ് അരിസ്റ്റോക്രസി റെപ്രസെന്റ് ചെയ്യുന്ന ആളാണ്. ലേഡി ജെയിൻ ക്രോളി, സ്വീറ്റ് ആൻഡ് ചാരിറ്റബിൾ ആണ്, കോൺട്രാസ്റ്റിംഗ് വിത്ത് ബെക്കി, റെപ്രസെന്റ്സ് ദ ഐഡിയൽ വിക്ടോറിയൻ വുമൺ. താങ്ക് യു.